പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെയാണെങ്കിലേ നീ ഒന്ന് പ്രശ്നം ഉണ്ടാക്കി നോക്ക്. വന്നതുപോലെ തിരിച്ചു പോവില്ല രണ്ടുപേരും കൂടെ. നോക്ക്, വന്നതുപോലെ തന്നെ തിരിച്ചു പോകും. പ്രശ്നങ്ങൾക്ക് തുടക്കമിടുന്നത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ തിരിച്ചു പോവില്ല. എടാ, നിന്നെയല്ലല്ലോ ഞാൻ വിളിച്ചത്. ദാ നിൽക്കുന്നില്ലേ അവൻ. അവനോട് ഇഞ്ഞു വരാൻ പറ. ഡാ, നിന്നെ തന്നെ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് പോയി ഇവിടെ വിളമ്പ്. ഇവിടെ ഇട്ടാ മതിയോ? മതിയോ മാഡം? ആ മതി. ആ പിന്നെ എത്രയും പെട്ടെന്ന് എല്ലാവർക്കും വിളമ്പി കൊടുക്കാൻ നോക്ക്. നല്ല തണ്ടും തടിയൊക്കെ ഉണ്ടല്ലോടാ. ഓഫീസിലെ കറങ്ങുന്ന കസേര മാത്രം ഇരുന്നാ പോരാ. ജീവിക്കണമെങ്കിൽ അധ്വാനിക്കണം. ആ മാഡത്തിന് വേണ്ടേ? കഴിക്കും മാഡം. മതി 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 മതി. വരുൺ, സത്യത്തിൽ നമ്മൾ വിളമ്പേണ്ട കാര്യമൊന്നുമില്ല. തന്റെ മുത്തശ്ശിക്കല്ലേ ഈ അച്ചാർ വിളമ്പി കൊടുക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം? ഇപ്പൊ എല്ലാവരും ഒന്ന് കഴിക്കട്ടെ. പോകുന്നതിന് മുമ്പ് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. നമുക്ക് നോക്കാം. ആറ്റുവാശ്ശേരി സദ്യ കൊള്ളാല്ലേടോ? പിന്നെ ഗംഭീരമല്ലേ? ഒരു ജെന്യുവിൻ ഫുഡ്. ഇതാരാടാ ഈ കറി ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? വായി വെക്കാൻ കൊള്ളത്തില്ലല്ലോ. കറികൾ ഒരെണ്ണം ചോവില്ല. പൈസ വാങ്ങിക്കാൻ ഒരു മടിയുമില്ല. എന്തിനാ ഇങ്ങനെ മനുഷ്യനെ പറ്റി ജീവിക്കുന്നേ? എക്സ്ക്യൂസ് മീ. എന്താ പേര്? രാധിക. നിങ്ങളാണോ കാറ്ററിംഗിന്റെ ആള്? അതെ അതെ മാഡം. ഫുഡ് ഗംഭീരായിട്ടുണ്ട് കേട്ടോ. കുറെ കാലത്തിന് ശേഷം ഞാൻ ഇത്രയും നല്ല ഫുഡ് കഴിക്കുന്നേ. ഉപ്പും ഇല്ല, പുളിയില്ല, എരിയില്ല. ഉണ്ടാക്കി വെച്ചേക്കുവാ. അതെ സാറേ, ഈ പകർച്ചപ്പനിയുടെ കാലവാ. ഈ പനി തെറ്റി പോയാലേ നാവിന്റെ രുചിയൊന്നും കാണില്ല. അതുകൊണ്ടാ. ഹലോ. ഓ എന്താ സാർ? ഫുഡ് സൂപ്പർ കേട്ടോ. എന്റെ അടുത്ത പടത്തിന് നിർബന്ധമായും നിങ്ങൾ ഫുഡ് സെർവ് ചെയ്യണം. ഓ താങ്ക് യു സാർ. നോക്കാം. ഇനി പൊതിച്ചോറ് ആവശ്യമുള്ളപ്പോഴേ നമ്മൾ വിളിച്ചോളാം. നമ്പർ തന്നിട്ട് പോണേ. എല്ലാവർക്കും ഭക്ഷണത്തിനെ പറ്റി നല്ല അഭിപ്രായം. ബുദ്ധിയുള്ളവർക്കൊക്കെ നല്ല അഭിപ്രായ. ബാക്കിയുള്ളവരുടെ കാര്യം അറിഞ്ഞൂടാ. ഇതെന്തോന്നാ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? ഇതിന് മധുരമൊന്നും ഇല്ലല്ലോ. ഓ അത്രേ ഉള്ളൂ. മുത്തശ്ശി, കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പോയല്ലോ. ആ യൂണിയൻകാര് പോലും ഭക്ഷണത്തെക്കുറിച്ച് അവരോട് പുകഴ്ത്തി പറയുന്ന കേട്ടില്ലേ? അതും നമ്മുടെ രണ്ടുപേരുടെ മുന്നിൽ വെച്ച്. അവളെ അങ്ങനെ കയ്യടി വാങ്ങിച്ചു പോവണ്ട. എന്റെ മുന്നിൽ വരുത്താനുള്ള വഴിയൊക്കെ എനിക്കറിയാം. മുത്തശ്ശി, അവരിവിടുന്ന് നാണം കെട്ടേ പോവാവൂ. അല്ലെങ്കിൽ ഈ നിൽക്കുന്ന ഒരെണ്ണം നമ്മളെ ബഹുമാനിക്കില്ല. വരട്ടെ.
കാറ്ററിംഗ് കാർഡ് ബാക്കിയുള്ള പണം ഭക്ഷണം നന്നായിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, ബാക്കി പണം കൊടുക്കാൻ പറ്റില്ല. അയ്യോ മാഡം, ഭക്ഷണത്തിന് ഏൽപ്പിച്ചത് ഞാനാ അത് ക്ലിയർ ചെയ്യേണ്ടത്. തനിക്ക് അവരാണോ മുത്തശ്ശിയാണോ ശമ്പളം തരുന്നേ? അവർക്ക് പണം വേണമെങ്കിലേ അവരോട് ഇങ്ങോട്ട് വരാൻ പറ. എന്താടോ, ചെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല മാഡം. നമ്മളിപ്പോ അങ്ങ് തിരിച്ചു പോവല്ലേ? സത്യത്തിൽ ഞാൻ കരുതിയത് ഈ ഭക്ഷണം കൊടുക്കുന്നതിന് തിരക്ക് കഴിഞ്ഞിട്ട് അവരോട് 4 വർത്താനം പറയാമെന്നാ. പക്ഷെ ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചു. അവിടെ സിനിമ സെറ്റില് അവർക്കൊരു നാണക്കേട് ഉണ്ടാക്കണ്ട. നമുക്ക് തിരിച്ചു പോയേക്കാം. അടയ്ക്കാം. ആ ചേട്ടാ, ബാക്കി പൈസ തന്നെങ്കിൽ പോവായിരുന്നു. ഫുഡ് നല്ലതല്ലാത്തോണ്ട് ബാക്കി പണം തരാൻ പറ്റില്ലെന്ന പ്രൊഡ്യൂസർ പറയുന്നത്. ദേ നോക്ക്, നിങ്ങളാ ഞങ്ങളുടെ അടുത്ത് ഫുഡ് ഓർഡർ ചെയ്തത്. ബാക്കി പണം ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാ. ഞങ്ങൾക്ക് വേറെ ആരോടും സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല ചേട്ടാ, നിങ്ങളൊക്കെ മാന്യമായിട്ട് പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ. അവര് ഞങ്ങളെ അപമാനിക്കാൻ വേണ്ടിയാ ഞങ്ങളുടെ അടുത്തേക്ക് നിങ്ങളെ വിട്ടത്. നിങ്ങൾക്ക് സത്യം പറയായിരുന്നല്ലോ. അത് പറഞ്ഞിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഈ ഓർഡർ എടുക്കില്ലായിരുന്നു. ദേ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പണം കിട്ടിയേ പറ്റൂ. എന്നെ കുഴപ്പത്തിലാക്കരുത്. ഞാൻ ചോദിച്ച പ്രൊഡ്യൂസർ നേരിട്ട് എന്ന് വാങ്ങാനാ പറയുന്നത്. എവിടെയാ ഈ പ്രൊഡ്യൂസർ ഉള്ളത്? ഞങ്ങൾ പണിയെടുത്ത കാശ് ഞങ്ങൾ വാങ്ങിച്ചോളാം. വരുൺ വാ. മാനേജറോട് ചോദിച്ചപ്പോ ബാലൻസ് പണം വേണമെങ്കിൽ ഇവിടെ വരണമെന്ന് പറഞ്ഞു. എന്തിന്റെ ബാലൻസ് പണമാ വേണ്ടത്? കൊണ്ടുവന്ന ഫുഡ് ഒന്നിനും കൊള്ളാത്തതല്ലേ. ആറ്റുവാശ്ശേരി സദ്യ എന്നൊക്കെ പേരിട്ട കുടുംബത്തിന് നാണക്കേടുണ്ടാക്കുന്ന സാധനങ്ങളാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ. എനിക്ക് പണം കിട്ടണം. ഞങ്ങൾ ജോലി എടുത്ത പണം വാങ്ങിക്കാൻ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് നിങ്ങളുടെ ഷൂട്ടിംഗ് സ്ഥലമാ. പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാ. അങ്ങനെയാണെങ്കിലേ നീ ഒന്ന് പ്രശ്നം ഉണ്ടാക്കി നോക്ക്. വന്നതുപോലെ തിരിച്ചു പോവില്ല രണ്ടുപേരും കൂടെ. നോക്ക്, വന്നതുപോലെ തന്നെ തിരിച്ചു പോകും. പ്രശ്നങ്ങൾക്ക് തുടക്കമിടുന്നത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ തിരിച്ചു പോവില്ല.